ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് സോയാ ബോൾ എടുത്ത് ആദ്യമേ തന്നെ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വാരി റെഡിയാക്കി എടുക്കണം. അധികം അങ്ങോട്ട് ഞെക്കി പീച്ച് അത് സോയ പൊട്ടിപ്പോകത്തക്ക രീതിയിലൊന്നും വേണ്ട, സാധാരണ പോലെ തന്നെ വെള്ളം ഒന്ന് വാറ്റിയെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ നന്നായിട്ട്, പെരിഞ്ജീരകം മുഴുവനോടുകൂടി തന്നെ ഇടണേ. നന്നായിട്ട് ഈ സോയാ ബോളിലേക്ക് തിരുമ്മി വെച്ച ശേഷം കുറച്ച് നേരം ഇതൊന്ന് വെന്ത് കിട്ടുന്നിടം വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അധികം വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ഈ അരപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്താൽ മതിയേ. ഇനി നമുക്ക് 4 സവോള, കുറച്ചധികം ചെറിയുള്ളി, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വലിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം നല്ലവണ്ണം ചതച്ച് എടുക്കണം. ബാക്കി സാധനങ്ങളൊക്കെ നീളത്തിൽ അരിയണം കേട്ടോ. ചെറിയുള്ളി ആണെങ്കിലും അരിയുമ്പോഴത്തേന് കുനുകുനാന്നൊന്നും അരിയണ്ട, രണ്ടായിട്ട് ചുമ്മാ കീറിയിട്ടാലും മതിയേ. ഇനി ഇതുപോലൊരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചെറിയുള്ളിയും പച്ചമുളകും, ചെറിയുള്ളി മസ്റ്റായിട്ടും ചേർക്കണം, അതാണ് അതിനൊരു ടേസ്റ്റ് കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാനായിട്ടൊന്ന് നോക്കണം കേട്ടോ. ഈ ഉള്ളിയും സവോളയും പച്ചമുളകും കൂടി ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്നൊരു പകുതി മുക്കാലും വാടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്താലും മതിയേ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടല്ലോ ഇതിങ്ങനെ പെട്ടെന്ന് ഈ അടുക്കി പിടിക്കാനായിട്ട് തുടങ്ങും. ഈ ചട്ടിയിലേക്ക് ഇങ്ങനെ പറ്റി പിടിക്കുന്ന പോലെ ഒരു ഇത് തോന്നും. അതുകൊണ്ട് ആദ്യം ചേർത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും സവാളയൊക്കെ ഒന്നുകൂടി ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നത് 2 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പെരിഞ്ജീരകം ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ എരിവിനാണെങ്കിലും മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ആദ്യമേ തന്നെ സോയ വേകാന്നേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അരപ്പിൽ എക്സ്ട്രാ നമ്മൾ ചേർക്കേണ്ട. പച്ചമുളകും ഉണ്ടല്ലോ. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ അരപ്പെല്ലാം നന്നായിട്ട് മൂത്ത് പച്ചമണം മാറി കിട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ ബോളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ സോയാ ബോളിൽ തന്നെ അതിൻ്റെ സ്വല്പം ജലാംശം ഉണ്ടല്ലോ, അത് തന്നെ ഇതിൽ മതിയാകുമേ. ഇനി ഇത് ചേർത്ത് സോയാ ബോളും ഉള്ളിയും ഇതൊക്കെ ചേർത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. 1-2 പ്രാവശ്യമായിട്ട് എണ്ണ ചേർത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എണ്ണയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല, അതുകൊണ്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ചേർത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ല അരപ്പ് ഇതുകൊണ്ട് ഇങ്ങനെ പെരളൻ പരുവാക്കി എടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള സോയാ ബോൾ ഫ്രൈ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി നനവോടുകൂടി ഒരു പെരളനാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.